എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിൽ ഹോളാണ് കേട്ടോ. വളരെ കുറച്ച് ഐറ്റംസാണ് ഞാൻ ഈ തവണ നൈക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഈ തവണ ഈ സെയിൽ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആമസോണിൽ നിന്നും മിന്ത്രയിൽ നിന്നൊക്കെ കുറച്ച് സംഗതികളൊക്കെ വാങ്ങിയിരുന്നു, റേറ്റ് കുറവൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഈ സെയിൽ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ നൈക്കയിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്ക് അധികം ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സംഗതികളാണ് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ചെയ്യാട്ടോ എന്തായാലും. അപ്പോൾ ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എന്തായാലും സെയിൽ കഴിയാനായിട്ടാണ് ചാൻസ്. എന്തായാലും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നതെന്ന് കാണിക്കാം. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഞാൻ എപ്പോഴും വാങ്ങുന്ന എൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ് കേട്ടോ. ഇതെല്ലാം നൈക്ക ഹോൾ വീഡിയോയിൽ നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ റേറ്റ് കുറവ് കണ്ടപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് രണ്ടെണ്ണത്തിന് കൂടിയിട്ട് ഷാമ്പൂ കണ്ടീഷണർ, പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു സിറമുണ്ട്. ഈ മൂന്നെണ്ണത്തിന് കൂടിയിട്ട് 600 രൂപയാണ് ആയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങി. കാരണം ഈ ഒരു സംഭവം ബാക്കി എല്ലാത്തിനും നല്ല റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ 700 സംതിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും നൈക്കയിലായിരുന്നു ലാഭം. അപ്പോൾ ഞാൻ നൈക്കയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. ഇത് മെട്രിക്സിൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ് കേട്ടോ. മെട്രിക്സ് ഒപ്റ്റിക്കർ സ്മൂത്ത് സ്ട്രൈറ്റ് ഷിയ ബട്ടർ പ്രൊഫഷണൽ ഷാമ്പൂ ഫോർ അൾട്രാ സ്മൂത്ത് ഹെയർ. 200 ml ആണ് ഈ ഷാമ്പൂ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ സെയിം കണ്ടീഷണർ വരുന്നത് 98 ഗ്രാമാണ്. ഇത് സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ആവും. ഷാമ്പൂവിന് മാത്രമായിട്ട് 415 രൂപയും കണ്ടീഷണറിന് മാത്രമായിട്ട് 335 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് ടെസ്റ്ററാണ്, അതായത് സാമ്പിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ബയോലാജിനാണ് കൊടുത്തിരിക്കുന്നത്. സിറാണ് കേട്ടോ. ഇത് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് 30 ml ആണ്. കുറേ നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവട്ടത്. ഇത് തന്നെ ഞാൻ ഓൾറെഡി മുമ്പ് വാങ്ങിച്ചതിൻ്റെ വേറെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, രണ്ടും 2 ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി യെല്ലോ ആണ്. ഇത് അത്രയ്ക്കും അങ്ങോട്ട് ഡാർക്ക്നെസ് ഇല്ല ഇതിന്. ഇത് കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്നും അറിയില്ല. എന്തായാലും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടിൻ്റെ ഷെയ്ഡ് തമ്മിൽ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഞാൻ മുമ്പ് വാങ്ങിയതാണ്, എനിക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് 600 രൂപയ്ക്കാണ് നൈക്കയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അതെന്തായാലും നല്ല അടിപൊളി ബൈ ആയിരുന്നു. നല്ല ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടി. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള ഈ ഒരു ലാക്മേ 925 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ ലൂമി ലൈറ്റ് ക്രീം ഹൈലൈറ്റർ ഇൻ മോയ്സ്ചറൈസർ. ആ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് ഡ്യൂയി റോസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 3-4 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പിന്നെ സിൽവർ അങ്ങനത്തെ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഡ്യൂയി റോസിനായിരുന്നു കുറച്ച് റേറ്റ് കുറവ്. അപ്പോൾ ഞാൻ അതെടുത്തു കേട്ടോ. ഇത് ഫൈൻഡ് മീ ഇൻ 3 ടിൻസ് ഡ്യൂയി റോസ്, സിൽവർ ഷിമ്മർ, ഗോൾഡൻ ഗ്ലേസ്, അങ്ങനെ 3 വേരിയൻസിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. ഇത് 30 ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത്. ഇത് നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമുക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ബെയർ ഫേസിൽ ഇടാനായിട്ട് പറ്റും, അല്ലാതെ മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റർ അല്ലെങ്കിൽ ഒരു ഇലുമിനേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. 30 ഗ്രാമിന് റേറ്റ് വരുന്നത് 325 ആണ് കേട്ടോ. ഞാൻ ഒരു 250 240 ആ ഒരു റേറ്റിലാണ് വാങ്ങിയത്. ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു പോകുന്നു. ഇതാണ് സംഭവം. ഇത് കാണുമ്പോൾ 30 ഗ്രാമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും തോന്നലില്ല കണ്ടിട്ട്. കണ്ടോ, നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ലാക്മേയുടെ CC ക്രീമാണ് കേട്ടോ. ചെറിയ പാക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ പണ്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ലാക്മേ 95 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ CC ക്രീം കോംപ്ലക്ഷൻ കെയർ ക്രീം SPF 30 PA++. ഞാൻ വാങ്ങിയിരിക്കുന്ന ഷെയ്ഡ് തോന്നുന്നു ബേജ് ഷെയ്ഡാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ജസ്റ്റ് റാൻഡമായിട്ട് വാങ്ങിയതാന്ന് തോന്നുന്നു. എന്തായാലും 4 ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ബേജ്, ഹണി, ബ്രോൺസ്, ആൽമണ്ട്. 99 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 9 ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത്. ഞാൻ വാങ്ങിയിരിക്കുന്നത് 01 ബേജ് ആണ് കേട്ടോ. എനിക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിരിക്കും. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ലതാണ് കേട്ടോ. അതായത് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നാനായിട്ട് നല്ലതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്കിതിൻ്റെ വലിയ പാക്കും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ചെറുതാണ് വാങ്ങിയത്. ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ്.
ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു പോൺസിൻ്റെ ബി ബി ക്രീമാണ് കേട്ടോ. ഇതും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് പോൺസ് ബി ബി ക്രീം ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് പ്ലസ് ലൈറ്റ് മേക്കപ്പ് ഗ്ലോ വൈറ്റമിൻ എൻറിച്ച്ഡ് ക്രീം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ SPF 30 PA++ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ വാങ്ങിയിരിക്കുന്നത് നാച്ചുറൽ ആണ്. പിന്നെ 2 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, ഐവറി, നാച്ചുറൽ. ഇതിലുള്ള ഐവറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഒരു കൂൾ അണ്ടർടോൺ ഉള്ളവർക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണ്. നാച്ചുറൽ എന്ന് പറയുന്നത് ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു വോം അണ്ടർടോൺ ഉള്ളവർക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇതും 9 ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത്. ഇതിൻ്റെ റേറ്റ് 84 രൂപയാണ് കേട്ടോ. ഇതാണ് സംഭവം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് സ്ക്രബാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടാണ്. നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് പ്രൊഡക്റ്റ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെറിയ മിനി റിവ്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം കാണാനുള്ള. എന്ത് രസമാണ് ഈ ഒരു തൊപ്പിയുടെ ഈ ഒരു സംഭവം. ഇതിന് കൂടെ നമുക്കൊരു സ്പാച്ചുല കൂടി വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് ലിപ്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഞാൻ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വീണ്ടും ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റാണ്. അതായത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഡോട്ട് ആൻഡ് കീയുടെ 2 ടൈപ്പ് ലിപ് ബാം ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഒന്ന് നോർമലായിട്ട് നമ്മുടെ ട്വിസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ലിപ് ബാം ഉണ്ടല്ലോ, റിട്രാക്റ്റബിൾ ലിപ് ബാംസ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇതിനാണ് ക്വാണ്ടിറ്റി കൂടുതൽ. മറ്റേതിന് 4 ഗ്രാമോ 4.5 ഗ്രാം എത്ര കണ്ട് ഉണ്ടായുള്ളൂ. ഇതിന് 12 ഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. രണ്ടിനും സെയിം റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മറ്റേ ലിപ് ബാം നമ്മളെല്ലാ ബ്രാൻഡിൻ്റെയും അങ്ങനത്തെ തന്നെ പാക്കേജല്ല യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പാക്കേജ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു വെറൈറ്റി തോന്നി അങ്ങനെ വാങ്ങിയതാണേ. ഇത് 12 ഗ്രാമിന് റേറ്റ് വരുന്നത് 249 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ 190 ആ ഒരു റേഞ്ചിലാണ് വന്നത്. ബിലോ 200 ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലിപ് സ്ക്രബിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, അതിനും ഈ പറഞ്ഞ പോലെ 249 ആണ് റേറ്റ് വരുന്നത്. ക്വാണ്ടിറ്റി വരുന്നത് 15 ml ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് വാട്ടർമെലൺ ഫ്ലേവറാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, സ്ട്രോബെറി അങ്ങനെ ഏതൊക്കെയോ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് വാട്ടർമെലൺ സെലക്ട് ചെയ്തെന്നുള്ളൂ. ഇത് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ഒരുപാട് നേരത്തേക്ക് ലിപ്സിനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ചില ലിപ് ബാംസ് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടല്ലോ, പക്ഷേ ഇത് അങ്ങനെയല്ല. കുറേ നേരം നമ്മുടെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീ ഗ്ലോസ് ബോസ് ലിപ് ബാം വൈറ്റമിൻ C+E SPF 30. ഭയങ്കര നല്ല കാര്യമാണ് SPF ഉള്ളത്. ഇത് ടിൻറ്റഡ് ലിപ് ബാം ആണ് കേട്ടോ. നല്ല ടിൻ്റ് ഉണ്ട്. അതായത് നല്ലോണം ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ. ഇത് ഈ കാണുന്ന ഷെയ്ഡൊന്നല്ല കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. മാത്രമല്ല നല്ല തിക്കാണ് കേട്ടോ ഈ ഒരു ലിപ് ബാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ലിപ് ബാമിൽ കുറച്ച് ടിൻറ്റ് ഉള്ളത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം ടിൻറ്റ് ഉണ്ട് കേട്ടോ. അതായത് ചെറിയ ഒരു ടിൻറ്റൊന്നല്ല, നന്നായിട്ട് തന്നെ അത്യാവശ്യം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ തോന്നുന്ന ഒരു ടിൻറ്റാണ് ഈ ഒരു വാട്ടർമെലൺ ഫ്ലേവറിൽ വരുന്ന ഈ ഒരു ലിപ് ബാമിന് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഒരു 60 ml എന്തെങ്കിലും ഓൾറെഡി ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ പൊട്ടിക്കാണ്ട് വെച്ചേക്കാണ്. അത് ഞാൻ ഖത്തറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു 15 ml സംഭവം. ഇത് 195 രൂപയാണ് റേറ്റ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിൻ്റെ ആണ് കേട്ടോ. ഫോക്സ്റ്റൈലിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഒരു സ്റ്റിക്കി ഫീൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോശം പറയണതല്ല, നല്ല മോയ്സ്ചറൈസറാണ്. പക്ഷേ ചില സമയത്ത് ഒരു സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിയത്. അതാകുമ്പോൾ നമുക്ക് പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കാം ഈ ഒരു സംഭവം. ഫോക്സ്റ്റൈലിൻ്റെ വലിയൊരു ബോക്സാണ്. അപ്പോൾ അത് നമുക്ക് പോകുന്നിടത്തൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ബാഗിലിട്ട് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇത്തിരി ഡ്രൈ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്യാനും ഇത് എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം കാണാനുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 ബോട്ടിൽ ഈ ചെറുത് വാങ്ങിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇതാണ് ഇടാറ്. വീട്ടിൽ നിൽക്കുമ്പോൾ മിക്കതും ഫോക്സ്റ്റൈൽ തന്നെയാണ് ഇടാറ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ്
നമ്മുടെ മോയ്സ്ചറൈസർ വരുന്നത് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ പോലെ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ്. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ഈ 3 സംഗതികൾ വാങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയൊരു സാമ്പിൾ പാക്ക് കിട്ടി. ഇത് ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീ ബാരിയർ റിപ്പയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെൻറ്റിൽ ഫേസ് വാഷ്, 5 സെറമൈഡ്സ് ആൻഡ് ജാപ്പനീസ് റൈസ് വാട്ടർ. 15 ml ക്വാണ്ടിറ്റി വരുന്നത്. ഇത് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ഗിഫ്റ്റ് ആണ് കേട്ടോ. 99 രൂപ റേറ്റും കൊടുത്തിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ഞാൻ ഇന്നുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്, അതായത് നമ്മുടെ ഈ ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു സാൻഫയുടെ ലാവൻഡർ ആൻഡ് ക്യാമമൈൽ ഇൻറ്റിമേറ്റ് വാഷാണ് കേട്ടോ. അതായത് നമ്മുടെ വജൈനൽ വാഷാണ്. ഇത് ഞാൻ ഓൾറെഡി, അതായത് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഈ സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് വി വാഷിൻ്റെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ എത്തിക്കാൻ നോക്കിയപ്പോൾ രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഇതിന് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. വി വാഷിന് നല്ല റിവ്യൂസ് ഉണ്ട്. എന്തോ ഞാൻ ഇത് തന്നെ വീണ്ടും എടുത്തു. ഇത് 100 ml ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. റേറ്റ് വരുന്നത് 199 രൂപയാണ്. ഞാൻ വാങ്ങുമ്പോൾ 188 എങ്ങാണ്ടായിരുന്നു. വലിയ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് നോർമൽ നമ്മുടെ വജൈനൽ വാഷൊക്കെ പോലെ തന്നെ. വേറെ വജൈനൽ വാഷ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനിത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കയ്യിലെടുക്കുക, അതിനുശേഷം നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ അപ്ലൈ ചെയ്യുക, റിൻസ് ചെയ്ത് കളയാം നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട്. അങ്ങനെ യൂസ് ചെയ്യേണ്ട ഡയറക്ഷനും പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ മണവും നല്ലൊരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. ഭയങ്കര കുത്തുന്ന മണമൊന്നുമില്ല. നല്ല മൈൽഡായിട്ടുള്ള സംഭവമാണ് കേട്ടോ. നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ നിൽക്കും കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ നിൽക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല കുറച്ചെടുത്താലും നല്ല പത കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കേണ്ട ആവശ്യമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നൈക്കയിൽ അതുപോലെ തന്നെ ആമസോണിലും മിന്ത്രയിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലിപ്സ്റ്റിക്കിൻ്റെ മാത്രമായിട്ടൊരു ഹോൾ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് അതൊന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ തവണ പിങ്ക് ഫ്രൈഡേ സെയിലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.